ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഞങ്ങൾ മീറ്റപ്പാണ് കേട്ടോ ഇന്ന് നടക്കുന്നത് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ എന്താ പറയുക നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളൊരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ട് ഫ്രണ്ട്സിനെ എല്ലാവരും ഇന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് ഞങ്ങൾ ഇതുപോലൊരു മീറ്റപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാവർക്കും ഞാൻ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ആ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എനിക്ക് 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ടൊരു മീറ്റപ്പാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞവർക്ക് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ചൊന്നും കാണാൻ പറ്റിയില്ല. ഞാനന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാനന്ന് ചെറിയ കുട്ടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ നിന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്കും കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെ കുട്ടികളും വലിയ കുട്ടികളായിട്ടുണ്ട്. 1-2 പേർക്കുള്ളൂ ചെറിയ കുട്ടികൾ ഇപ്പോഴും ഉള്ളത്. അതല്ലാണ്ട് എല്ലാവരും വലിയ വലിയ കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരുപാട് ഓർമ്മകൾ, മെമ്മറീസ്, എന്താ പറയുക, സങ്കടങ്ങളും എല്ലാം ഒരു നിമിഷം എന്നൊക്കെ പറയില്ല. അതാണ് ഇവിടെ തന്നെ ഈ വരാന്തയിൽ കൂടെ നടക്കുമ്പോഴേ ഞങ്ങൾ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോഴേ എന്തൊക്കെ ഓർമ്മകൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഏറ്റവും നല്ല കാലം എന്ന് പറയണത് രണ്ടെണ്ണമാണ് ഞാൻ പറയാം. ഒന്ന് നമ്മുടെ അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലം, നമ്മുടെ എന്തൊക്കെ അച്ഛനമ്മമാർ ദേഷ്യപ്പെട്ടാലും അവരുള്ള കാലം ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഒരു കാലം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് നമ്മുടെ ആ സ്കൂൾ ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലം എന്നാണല്ലേ പറയുക. പക്ഷേ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റട്ടെ എന്നായിരിക്കും. എന്തെങ്കിലും പഴയത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. പഴയൊരു മടക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ ഒരു ബാല്യകാലം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരെയും പോലെ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മുകളിലേക്ക് ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. ആരോടൊക്കെ എന്തൊക്കെ പറയണമെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ആകെ കൂടെ ബഹളമായിരുന്നു. ഇത് സത്യത്തിൽ ഓൺ വോയിസ് ആയിട്ട് എടുത്തതായിരുന്നു. പക്ഷേ ഭയങ്കര ബഹളം, എല്ലാവരും സംസാരവും കുട്ടികളെ കലപിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തന്നെ വോയിസ് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. റെക്കോർഡ് ചെയ്തതാണിത്. അപ്പോൾ ക്ലാസ് റൂമിൽ പോയിരുന്നു. ആ ബെഞ്ചും ഡെസ്കും ഒന്നും ആണോ നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ആ ഒരു ഓർമ്മ, ഇത് ഞങ്ങളിരുന്ന ബെഞ്ച് ഇങ്ങനെയാണല്ലോ. അപ്പോൾ മുകളിൽ ഈ ഒരു ക്ലാസ് റൂമായിരുന്നു ഞങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ ബാച്ച്. അപ്പോൾ ഈ ജനൽ കൂടെ പുറത്തേക്ക് നോക്കി അന്നിങ്ങനെ മരങ്ങളൊന്നും ഇവിടെ ഇല്ല. നല്ല കറക്റ്റായിട്ട് ആ റോട്ടിലേക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനൊക്കെ നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ അന്ന് സ്റ്റേഷനൊന്നുമില്ല, നമുക്ക് റോഡിലേക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് വരാത്ത ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ ഒഴിവുള്ള, അപ്പോൾ അന്ന് ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും പോകുമ്പോൾ അവരോട് ചിരിക്കുക, അല്ലെങ്കിൽ ഒരു കോളേജിലെ കുട്ടികളൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് വെറുതെ അവരെ നോക്കിയിട്ട് ഓരോ കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഒരു തവണ ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന 2 പെൺകുട്ടികൾ എന്നിട്ട് ഒരു സ്കൂളിലെ HMൻ്റെ ഇവിടെ വന്ന് പറഞ്ഞ് ഈ ലാസ്റ്റ് ക്ലാസ് റൂമിലെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് ഏത് ക്ലാസ്സാണെന്ന് അറിയില്ലല്ലോ, എന്നിട്ട് വിളിപ്പിക്കുകയൊക്കെ ചെയ്യുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്ന് ഓർക്കുമ്പോൾ നല്ല രസമായിട്ടാണ് തോന്നണേ. പക്ഷെ വലിയ വലിയ കുരുത്തക്കേടുകളോ അല്ലെങ്കിൽ പാരൻസിനെ വിളിപ്പിക്കേണ്ട അവസ്ഥയോ രക്ഷിതാവിനെ ക്ലാസ് റൂമിലേക്ക് വിളിപ്പിക്കേണ്ട അവസ്ഥ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതായത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ അകത്ത് തന്നെ ഒതുങ്ങണേ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. എന്തായാലും എന്താ പറയുക, സങ്കടം നല്ലോണം ഉണ്ട്. അതിലേറെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയതിൽ. ഒരുപാട് മാറ്റങ്ങൾ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഓരോ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ആൺകുട്ടികൾ എന്ന് പറയാൻ എല്ലാവരും വന്നിട്ടില്ല, കാരണം ജോലിയുടെ ഭാഗമായിരിക്കാം. പിന്നെ പുറത്തുള്ളവരുണ്ട്, അവർക്കൊന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ, അതായത് വീഡിയോ കോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വരവുണ്ടല്ലോ, കുട്ടികളെ ഒക്കത്തും കയ്യിലൊക്കെ പിടിച്ചിട്ടുള്ള ആ വരവ്, അതും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇത് ജസ്ന വരണേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും വന്നിട്ടില്ല കേട്ടോ, ഓരോരുത്തർ അങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്നാണ് വരണമെങ്കിൽ അവരുടെ പെർമിഷൻ കിട്ടണം, എല്ലാവരുടെ സമ്മതം വാങ്ങണം. പിന്നെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ രാവിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടും കൂടെ വേണമല്ലോ വരാൻ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അതും, അപ്പോൾ അതിൻ്റേതായ ഒരു വൈകലൊക്കെ ഉണ്ടാവും എത്താൻ. ഒരു പണിയില്ലാത്തവർക്ക്, അതായത് ഒരു പണിയില്ലാത്തവരെന്ന് ഞാൻ പറയണത് ഇപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ വലിയ കുട്ടികളാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അതുപോലെ പോരാൻ പറ്റുന്നവർക്കാണെങ്കിൽ നേരത്തെ തന്നെ വരാം. അങ്ങനെ ഒരു സമയം എന്നുള്ള മാക്സിമം നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണാം, ഇന്നോ നാളെ വീണ്ടും കാണുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാമെന്ന് എഴുതിയിട്ട് തന്നെയാണ് ചിലരൊക്കെ പതുക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരുപാട് നേരം നിന്നിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പക്ഷെ അതിലേക്കാളൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറെ
ആൺകുട്ടികൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ടീച്ചറെ വിളിച്ച് ടീച്ചറെ വീട്ടിൽ പോയി ടീച്ചറോട് പറഞ്ഞ് ടീച്ചറും കൂടെ ഇതിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ആരും ഓർത്തിട്ടില്ല ടീച്ചറുടെ കാര്യം. ടീച്ചറെ ഞങ്ങൾ ഓർത്തു, പക്ഷേ ടീച്ചർ എന്നിവിടെ വരുന്നത് ആരും ഓർത്തില്ല. അപ്പോൾ ഇത് വരാത്തവരുണ്ടായിരുന്നു കുറേ ആൺകുട്ടികൾ. അപ്പോൾ അവർ വീഡിയോ കോളിൽ വന്നതാണ് കേട്ടോ. പെൺകുട്ടികളും വരാത്തവരുണ്ട്, ദൂര സ്ഥലങ്ങളിലേക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും എത്താൻ പറ്റാത്തവരുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേര് എത്തിയവരുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഞങ്ങളുടെ ടീച്ചർ എന്ന് പറയണത്. ടീച്ചർ എന്ന് ഓരോ ടീച്ചറും അതാത് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു അമ്മ കൂടിയായിരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇവരെന്ത് നമ്മളോട് ചീത്ത പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും അപ്പം തിരിച്ച് ദേഷ്യമാണ്. അതൊരു പ്രായത്തിൻ്റെതാണ്. പിന്നീട് അത് ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിലൊരു വിങ്ങലാണ്. പക്ഷേ ഒരു അമ്മയുടെ സ്നേഹം തരാൻ ഒരു ക്ലാസ് ടീച്ചർക്ക് സാധിക്കും. അതിൽ ആ മൊത്തം കുട്ടികളെ ആ ടീച്ചർ കാണുന്ന തൻ്റെ കുട്ടികളെപ്പോൾ തന്നെ ആയിരിക്കും. അപ്പോൾ ടീച്ചറെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങളെല്ലാവരും ടീച്ചർ അന്നത്തെ ആ 2006 ഞങ്ങളുടെ ബാച്ച്. അന്നത്തെ ആ ക്ലാസ് ടീച്ചറും കുട്ടികളായി ഞങ്ങൾ മാറി കേട്ടോ. എല്ലാവരോടും പറഞ്ഞു ക്ലാസ്സിൽ പോയിരിക്കാൻ പറഞ്ഞു. ടീച്ചർ വന്നു. പിന്നെ കുറേ സമയം ടീച്ചർ സംസാരിച്ചു. ഞങ്ങൾക്കും എന്തൊക്കെയാണ് പറയേണ്ടതെന്നില്ല. ടീച്ചറെ മുന്നിൽ ഇരുന്നപ്പോൾ ഞങ്ങളും ആ കുട്ടികളായി മാറി കേട്ടോ. അന്നത്തെ ആ പേടി ഇതൊക്കെ ഇപ്പോഴത്തെ ടീച്ചർക്കും കുട്ടികൾക്കിടയിൽ പേടികളൊന്നുമില്ല. അവർ സോഷ്യലായിട്ട് അവരെ ഫ്രണ്ടിനോട് പറയണ പോലെ തന്നെ പറയും. പക്ഷെ ഞങ്ങൾക്ക് അന്ന് പേടി മീൻസ് ഇവരെന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയല്ല, ഒരു ബഹുമാനത്തോട് കൂടിയിട്ടുള്ള പേടിയാണ് അന്നൊക്കെ. ഒരു ഡൗട്ട് പോലും നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും എണീറ്റ് ചോദിക്കാനുള്ളൊരു പേടി, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇന്നതൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ ഫോണിലൊരു കമ്മ്യൂണിക്കേഷനോ ഇന്നത്തെ പോലെ ഗ്രൂപ്പുകളോ അങ്ങനെയൊന്നുമില്ല. ടീച്ചർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കണത് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ടീച്ചറും ഒരുപാട് നേരം സംസാരിച്ചു. ഞങ്ങൾക്ക് ബയോളജി ആയിരുന്നു ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീച്ചർക്ക് സത്യം പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ അന്ന് എങ്ങനെയാണോ ടീച്ചർ അതേപോലെ തന്നെയാണ് ടീച്ചർ ഇപ്പോഴും. ഞങ്ങൾക്കാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയാനില്ല. ഇതിന് പിന്നെ ഇങ്ങനൊരു മീറ്റപ്പ് നടത്താൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ആണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോഴും ഓരോരുത്തരും ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് ഗ്രൂപ്പുകളില്ല, പിന്നെ ഞങ്ങളങ്ങനെ മീറ്റപ്പ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കൂട്ടായ്മ ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും ഗ്രൂപ്പ് തുടങ്ങിയ കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എന്താ പറയുക ഭയങ്കര ആക്റ്റീവായിരിക്കും. പിന്നെ അതിട്ടങ്ങോട്ട് വീഴും. അതല്ലെങ്കിലോ വേറെ പലതരത്തിലായിരിക്കും അതിൻ്റെ ഒരു മുന്നോട്ട് പോകലെന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ സംസാരിക്കണം. ഇതുപോലുള്ള മീറ്റപ്പും കാര്യങ്ങളും നടത്താൻ എപ്പോഴും ഇതിൻ്റെ പിന്നിൽ ബിനോബ്, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആണെങ്കിലും ഇവനൊക്കെ തന്നെയാണ്, ബിനോബൊക്കെ തന്നെയായിരുന്നു എൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ രാകേഷ്. പക്ഷെ കല്യാണം കഴിക്കാത്തതായിട്ട് ഇതിലിപ്പോൾ ഒരാളുണ്ട് കേട്ടോ. ഞാനെന്തായാലും പേരെടുത്ത് പറയണില്ല. അപ്പോൾ ടീച്ചർ ഞങ്ങളോട് പറയും എല്ലാവരും മുന്നിട്ട് നിന്ന് ആ ഒരു പെണ്ണൊക്കെ ശരിയാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് പെട്ടെന്ന് കല്യാണം ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും എല്ലാവർക്കും ഒരുമിച്ച് കൂടാലോ അവൻ്റെ കല്യാണത്തിനായിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോഴും ഞാൻ പറഞ്ഞോളൂ, ഇത്രയൊക്കെ ഏജ് ആയെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴും അവിടെ നിന്ന് സംസാരിക്കാൻ ഒരു ചമ്മലുണ്ട്. അപ്പോൾ എന്നോടെല്ലാവരും ഈ വലിയ യൂട്യൂബറൊക്കെ അല്ലേ, അപ്പോൾ ഈ 2 വാക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ടീച്ചർ അവിടെ നിൽക്കുമ്പോൾ ഇപ്പോഴും ആ പഴയ ഒരു 10ാം ക്ലാസ്സിൽ നമ്മളായിരിക്കുന്ന ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ മടിയും ചമ്മലും എപ്പോഴും വന്നു. എന്നോട് ഒരു പാട്ട് പാടുമോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമോ അല്ലെങ്കിൽ 2 വാക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഞാനും ഇപ്പോഴും. അപ്പോൾ ഒരു മടിയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ ടീച്ചർ പറയണത് എല്ലാവരും അങ്ങനെ കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികളെ കുഞ്ഞു അലമ്പ് സൗണ്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനത് വോയിസ് വിടാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇത് യൂട്യൂബിൽ അന്ന് ഫസ്റ്റ് മീറ്റപ്പുള്ള സമയത്തൊന്നും എനിക്കാണെങ്കിൽ യൂട്യൂബ് ചാനലോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിത് എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ വിചാരിക്കുന്നത് യൂട്യൂബിലിട്ട് യൂട്യൂബ് നമുക്ക് എന്താ പറയുക നെഗറ്റീവ് മാത്രം കാണാനല്ല, ബി പോസിറ്റീവും കൂടി അതിലുണ്ട്. കാരണം നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെയൊക്കെ ആ ഒരു ഇത് ഫോണിൽ നിന്ന് ഒരു സമയം വരെ നമ്മൾ ഈ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആയാലും നിൽക്കുള്ളൂ. ഫോൺ നമ്മൾ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഫോട്ടോസും എല്ലാം നമ്മൾ അതിൽ നിന്ന് പോകും. പിന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ ആ ഓർമ്മകളെ ഉണ്ടാവുള്ളൂ. നമുക്ക് കാണാൻ എപ്പോഴും ഇതുപോലുള്ള ഈ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് ആരും നെഗറ്റീവായിട്ട് ഒരിക്കലും കാണണ്ട കേട്ടോ. ഇതിൽ 1-2 പേർക്കാർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോസ് എടുത്തതും, അല്ലെങ്കിൽ ജസ്റ്റ് ഞാനവിടെ പോയി എന്നുള്ളതും അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ബാക്കിയുള്ള വിശേഷങ്ങളോട് ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണതും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫുഡൊക്കെ പയ്യന്മാർ തന്നെയാണ് ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് കൂടെ കണ്ടോളൂ കേട്ടോ. ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ളതാണ്. ഈ നിമിഷം ഇന്നത്തെ ദിവസത്തിന് വേണ്ടി മാറ്റിയിട്ട് പരമാവധി നിങ്ങൾ എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സൗഹൃദം ഈ ഗ്രൂപ്പ് ഒരിക്കലും ഒഴിഞ്ഞു പോകാതെ നിങ്ങളുടെ മരണം വരെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കൂട്ടായ്മയെ നിലനിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷമായിട്ടിരിക്കുക. കുടുംബജീവിതത്തിലെല്ലാവർക്കും ഒരുപോലെയുള്ള സന്തോഷങ്ങൾ ഉണ്ടായിക്കൊള്ളില്ല. ഏറ്റക്കുറിച്ചുണ്ടാവും. എല്ലാം ഉണ്ടെങ്കിലേ ജീവിതം പൂർണ്ണമാകും. പക്ഷെ പരസ്പര വിട്ടുവീഴ്ചയോടെ നമ്മുടെ വീട്ടിൽ സന്തോഷം ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ വലിയ പങ്കുണ്ട് ഭാര്യയ്ക്കുണ്ട് ഭർത്താവിനുണ്ട്. അപ്പം നമ്മൾ ഉള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ളതാവാം നമ്മൾ ഉള്ളതുകൊണ്ട് ഏറ്റവും സന്തോഷമായിട്ട് നമ്മുടെ കുടുംബം നമ്മുടെ നല്ല മക്കളെല്ലാം നല്ല രീതിയിൽ വളർത്തിയെടുക്കുക. ആരും തന്നെ ജോലിക്ക് പോകുന്നത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു വീട്ടമ്മയാവുന്നതാണ് ഏറ്റവും വലിയ ജോലി. ജോലിക്ക് പോകുന്നത് ഞാനൊക്കെ 27 വർഷം ഞാൻ സ്കൂളിൽ ജോലി ചെയ്തു. അല്ലാതെ ഒരു ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്ത് ഞാൻ 35 വർഷം എൻ്റെ ജീവിതത്തിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്തതാണ്. അതിൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് പദ്ധതി ഉണ്ടാവാം. പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ട്. ദൈവമായിട്ട് ഒരു കുട്ടികളായിരുന്നു. അതിനെ എനിക്ക് നല്ല രീതിയിൽ നല്ല സ്വഭാവങ്ങളൊക്കെയാണ് വളർത്തിയെടുക്കാൻ കഴിയുന്നത്. നമുക്ക് എന്ത് കാര്യത്തിലും മക്കൾ നല്ല സ്വഭാവ കുട്ടികളായിട്ട് ജീവിതാന്തത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവും. അപ്പോൾ വീടൊന്നും അല്ല നമ്മുടെ നമുക്ക് നമ്മുടെ ക്ലാസ് നമ്മുടെ കുട്ടികൾ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വലിയ ഈ ദിവസം എനിക്ക് ഒരുപാട് എത്ര കണക്കും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും എന്ത് തരത്തിലേക്ക് ഞാനിപ്പോൾ വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. ഈ സന്തോഷത്തിൽ നിങ്ങളെ ഓർക്കുക. നിങ്ങൾ പൈസ കഴിയാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരാൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. മക്കളെ നിങ്ങളെ പോലെ വീട്ടമ്മയാണ് ഇനിയുള്ള കാലം കുട്ടികൾക്കാണെങ്കിൽ അധികൾക്കാണെങ്കിൽ അവർക്ക് നല്ല നല്ല പഠനം പറയുന്നത് എനിക്ക് ഓർമ്മാനിക്കുകയാണ്. എന്നും മനസ്സിൽ ജീവിതമുള്ള കുട്ടികളായിട്ട് നിങ്ങൾ എന്തുണ്ടാവും. സന്തോഷമായിട്ടിരിക്കും. എല്ലാവരും സങ്കടങ്ങൾ ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ സന്തോഷകരമായ ലൈഫ് ഹാപ്പി ആയിരിക്കാൻ എന്നുള്ളതാണ്. അതിനെന്ത് വിട്ടുവീഴ്ച ചെയ്യാം. ഇനിയുള്ളൊരു കൂട്ടായ്മ ഏർപ്പെടുത്തുന്നത് അതിനൊരു മോട്ടിവേഷൻ നല്ല കൂട്ടായ്മയിൽ ഈ കൂട്ടായ്മ ആശംസിച്ചിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ച നന്നായിട്ട്. അങ്ങനെ ടീച്ചറുടെ കുറച്ച് നേരത്തെ സംസാരം എന്താ പറയുക കേട്ട് ഒരുപാട് സന്തോഷമായി. പിന്നെ ഓരോരുത്തരും വന്ന് മുമ്പിൽ വന്ന് 2 വാക്കൊക്കെ സംസാരിച്ചു. എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടീച്ചർ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ പെൺകുട്ടികളെല്ലാവരും മാറിന്ന് ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് നമുക്ക് വാങ്ങാമായിരുന്നു അല്ലെങ്കിൽ വാങ്ങിയില്ലല്ലോ എന്നുള്ള കാര്യം ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ ഞാൻ പറഞ്ഞു ടീച്ചർ വരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ടീച്ചർ ഇവിടെ കണ്ടപ്പോഴാണ് ഞങ്ങൾ സത്യത്തിൽ അതായത് ടീച്ചറെ വരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ടീച്ചർ ഓർത്തു, ടീച്ചറെ കാര്യമൊക്കെ സംസാരിച്ചു. പക്ഷേ ടീച്ചർ ആരെങ്കിലും ക്ഷണിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആൺകുട്ടികൾ അതും ഞങ്ങളോട് പറയാതെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചർക്കുള്ള ഒരു ഗിഫ്റ്റും കൂടെ അവർ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് അത് ടീച്ചർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ 1-2 പേരൊക്കെ സംസാരിച്ചു കേട്ടോ. പിന്നെ സംസാരിക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലോ കണ്ടത് തന്നെ ഒരുപാട് സന്തോഷമായി. 100 വാക്ക് സംസാരിച്ചതിന് തുല്യം തന്നെയാണ് എല്ലാവരെയും കണ്ടതും. പിന്നെ ടീച്ചർ ഞങ്ങളോട് സംസാരിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളത് ടീച്ചർ ആകെ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തന്നെ ടീച്ചർ ഇങ്ങനെ അന്തം വിട്ട് നോക്കണുണ്ട്. അപ്പോൾ ഇത് സാരിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സാരി ഞങ്ങൾ പൊട്ടിച്ച് ജസ്റ്റ് നോക്കിയിരുന്നു ഏതാണ് കളർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി അതും ടീച്ചർക്ക് ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ.
ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, കൈ കഴുകാൻ വേണ്ടി വരികയാണ്. ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഇനി എന്തെങ്കിലും എടുക്കണ്ട, നമ്മൾ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇത് റഫീക്ക, ഞങ്ങളെ ക്ലാസ്സിലെ പഠിപ്പിച്ചിരുന്നു, പിന്നെ ലീഡറായിരുന്നു. ഇനി ഇങ്ങനെ പൊക്കി പറയണ്ട്, ഇത്രയും പൊക്കിയാൽ മതിയോ? പിന്നെ എത്ര കുട്ടികളുണ്ട് ഒക്കെ പറയും. എവിടെ വീട്? ഹസ്ബൻഡ് എവിടെയാണ്? ഇത് അർഷിത, സെക്കൻഡ് ബെഞ്ചിൽ റഫീഖാനെ കൂടെ ഇരുന്നിട്ടുള്ളതാണ്. റഫീഖ പറയും, ഒന്ന് പരിചയപ്പെടുത്തു സ്വയം. അർഷിത പരിചയപ്പെടുത്തു. ഇവിടെ ഭയങ്കര ലൈറ്റ്, കുറച്ച് ഇങ്ങോട്ടേക്ക്. രഞ്ജുഷ, ഇത് രഞ്ജുഷയാണ്, എൻ്റെ കൂടെ ബെഞ്ചിലുണ്ടായിരുന്നാണ് കേട്ടോ. പറഞ്ഞോ. ഒറ്റ സെക്കൻഡ്. ഞാൻ അശ്വതി, എൻ്റെ 3 മക്കളാണിത്. മതി ഹസ്ബൻഡിന് പരിചയപ്പെട്ടല്ല. ഓക്കെ കൂടെയായിരുന്നു. എത്ര കുട്ടികളുണ്ടാവല്ലേ? 3 ആളല്ലേ? 3 ആള്. വലിയ കുട്ടീൻ്റെ മോളപ്പല്ലേ? അല്ല, +2 ആണല്ലേ?
ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും വരും കാലങ്ങളിൽ ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂടാനുള്ള അവസരം സർവേശ്വരൻ നൽകട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.